യിലെ നസറേത്തിങ്കൽ ദാവീദിൻ സുതമേവുമ്പോൾ അഗ്നിമയന്മാലാഘാവം നരുളി സ്വസ്ഥിരം നിന്നോടു കൂടൻ നുടനാഥൻ നിന്നിൽ നിന്നും രക്ഷകനുദയവുമാ. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. കർത്താവിൽ പ്രിയരെ, ഞാൻ പാടിയ ഈ ഗാനം പരിശുദ്ധ ശിവനമസ്കാരത്തിലെ ഒരു ഭാഗമാണ്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വേദഭാഗം ഗാന രൂപത്തിൽ ആക്കിയിരിക്കുകയാണ്. പരിശുദ്ധ മറിയം നാസറത്തിലെ കൊച്ചു ഭവനത്തിൽ കന്യകയായിരിക്കുന്ന ആ പരിശുദ്ധ കന്യക രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഇന്നത്തെ മാത്രം സംഭവമല്ല, നാളിതുവരെ പരിശുദ്ധ മറിയം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു ജീവിത ചര്യയായിരുന്നു രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ പ്രാർത്ഥിക്കുക, ദൈവവുമായുള്ള ബന്ധം, ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി തീവ്രമായ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധ മറിയം. പ്രാർത്ഥനയിൽ ഒരു വ്യക്തി ഉയരേണ്ട തലത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ തീർച്ചയായും ആ വ്യക്തിയുമായി ദൈവം സംസർഗം പുലർത്തും. പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ മറിയം ഉയർന്നപ്പോൾ, സ്വർഗത്തോളം അവളുടെ പ്രാർത്ഥന ഉയർന്നപ്പോൾ, ദൈവത്തിന് അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല എന്ന് വേണം ഒരർത്ഥത്തിൽ പറയാൻ. മറിയത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകേണ്ട സമയമായി, സമയം പൂർത്തിയായി. പ്രാർത്ഥനയിൽ ഉയരുന്നവന് ദൈവം ഇച്ഛിക്കുന്ന രീതിയിൽ, ദൈവം ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, അതിന് ദൈവം ഉത്തരം നൽകും. പരിശുദ്ധ മറിയത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മാലാഖ നൽകിയ ഉത്തരമാണ് നാം ഗാനരൂപത്തിൽ പാടിയത്. ദൈവത്തിന്റെ മാലാഖ ഗബ്രിയേൽ വന്ന മറിയത്തോട് പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നിന്നോടുകൂടെ, നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. അവൻ സർവരുടെയും രക്ഷയ്ക്ക് കാരണമായി തീരും. പ്രാർത്ഥനയുടെ പ്രതിഫലം വലുതാണ്. പരിശുദ്ധ മറിയം അന്വേഷിച്ചത് ലോകത്തെ അല്ല. പ്രാർത്ഥനയിൽ നാം ലോകത്തെ അന്വേഷിച്ചാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിച്ചു കിട്ടണം, അല്പവും അനല്പവുമായ കാര്യങ്ങൾ, സാമ്പത്തിക ലാഭം, ഭൗതിക നേട്ടം, സ്ഥാനമാനങ്ങൾ ഇത്യാദികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നാം ഇരിക്കുകയാണ്. അതിനുവേണ്ടിയൊന്നും പ്രാർത്ഥിക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ യഥാർത്ഥ പ്രാർത്ഥന അതല്ല. യഥാർത്ഥ പ്രാർത്ഥന ദൈവത്തെ കണ്ടുമുട്ടുക, കണ്ടെത്തുക, സ്വന്തമാക്കുക എന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തിന്റെ പ്രാർത്ഥനയിൽ അന്വേഷണം ഉണ്ടായിരുന്നു. അവൾ, പരിശുദ്ധ മറിയം, ദൈവത്തെ അന്വേഷിച്ചു, അവൾ കണ്ടെത്തി, അവൾ ദൈവത്തിലായി. ദൈവവും അവളും, പരിശുദ്ധ മറിയവും ഒരേ നേർരേഖയിൽ അല്ലെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ അവർ രണ്ടുപേരും ദൈവാനുഭവത്തിന്റെ പകർച്ചയായി ആ സംഭവം മാറുകയാണ്. നസറത്തിൽ നടന്ന ഈ സംഭവം. പ്രാർത്ഥിച്ചുയരുന്നവരെ ദൈവം വെറും കൈയോടെ പറഞ്ഞയക്കുകയില്ല. പ്രാർത്ഥന ഉയരുന്നവർക്ക് ദൈവം നൽകുന്ന വലിയ സമ്മാനമാണ്, പരിശുദ്ധ മറിയത്തിന് നൽകിയ വലിയ സമ്മാനമാണ് യേശു മിശിഹ. നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി, ഉത്തരം, പ്രതിഫലം കർത്താവായിരിക്കണം. ഇതിൽ കുറഞ്ഞൊന്നും നമുക്ക് ആവശ്യമില്ല ദൈവമക്കളെ. അതാണ് നമ്മെ ബലപ്പെടുത്തേണ്ടത്. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ എല്ലാമുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ കൂടെ ഇല്ലാതെ
ലോകത്തിലെ സമസ്ത വസ്തുക്കൾ ഉണ്ടെങ്കിലും അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് പൗലോസപ്പോസ്തലൻ പറയുന്നത്, ലോകത്തിലെ സമസ്ത വസ്തുക്കളെയും യേശുവിനെ പ്രാർത്ഥനയിലൂടെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ഛിഷ്ടമായി കണ്ടു കരുതുന്നു എന്ന് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്. നമുക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഒരു അന്വേഷണം, കണ്ടെത്തലും ഒത്തൊരുമിച്ചുള്ള ഒരു സഹവാസമായി തീരുവാൻ നമുക്ക് യത്നിക്കാം.